ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പോ ഒരു ടോപ്പിക് ജസ്റ്റ് നോക്കിയപ്പോഴാണ്. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വാല്യുബിൾ. ഈ സമയത്തിനെക്കാളും സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 75 മിനിറ്റ് 90 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക ആ ഒരു 5 മിനിറ്റിനകത്ത് ചിലപ്പോൾ 5-6 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു സമയമാണ് ടെക്നിക്കലി പോണത്. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യും. നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതേ മിസ്റ്റേക്ക് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇവിടെ പറയാനുള്ള കാര്യം വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷേ ഉത്തരത്തിനകത്ത് ഓപ്ഷനോ ക്വസ്റ്റ്യനോ തെറ്റായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് നോക്കിയാൽ ആ ക്വസ്റ്റ്യനകത്ത് മൈനസ് മാർക്ക് ചെയ്തിട്ടേക്കുന്നുണ്ടോ? നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? അവിടെ നെഗറ്റീവാ വരണ്ടേ. നെറ്റ് റെഫർ ചെയ്താലും മനസ്സിലാവുമല്ലോ അവർ ചെയ്തു വെച്ചതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അവർ കോപ്പി ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നോക്കി വയ്ക്കുക, y² - 2y + 4. പക്ഷെ ഇതിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കിയേ, y² മാറി x വന്നു. ഓക്കെ, വേരിയബിൾ അവർ മാറ്റി. പക്ഷേ α6 + β6. അപ്പോൾ അവിടെ a6 + b³ എടുത്തു എഴുതി. ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളെ സമയം പോകും. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് എഴുതി എടുക്കാവുന്നേ ഉള്ളൂ. സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു പാറ്റേണും കൂടി. ഇനി അടുത്തത് പുതിയതായിട്ടുള്ള കുറച്ച് ജെയുടെ കാര്യങ്ങൾ വരും. പുതിയതായിട്ട് വരുന്ന ജെയുടെ അല്ല, ജെയിൽ ചോദിച്ചു. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് എവിടുന്ന് തപ്പി എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് കോമൺ അല്ലാത്തൊരു സാധനം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഗൂഗിൾ ലെൻസിൽ വല്ലതും ഇട്ട് നോക്കി നിങ്ങൾ പഠിച്ച മെത്തേഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതൊരു വേറെ മെത്തേഡാണ്. ഇതിന് ഫോർമുല വേണം, വേറെ റൂള് വേണം, നമ്മൾ പഠിച്ച കാര്യങ്ങളല്ല. അപ്പൊ ഇങ്ങനെയുള്ള റെയർ കാര്യങ്ങൾ അവർ എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വരുന്നു എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ലെൻസ് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പക്ഷെ നിങ്ങൾ നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും എനിക്ക് സംശയം വന്ന് ഞാൻ ഗൂഗിൾ ലെൻസിൽ നോക്കിയതാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദ സം ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ, ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ഒക്കെ. സം ഓഫ് റൂട്ട്സ് എന്തുവാ? അത് കൊടുക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ക്വസ്റ്റിനകത്ത് ബാക്കി വേണ്ടേ? പക്ഷെ നെറ്റിൽ കിടക്കുന്നതിനകത്തൊക്കെ വേറെ രീതിയിലാണ് അവർ കണ്ടുപിടിക്കുന്നത്. അതിന് സൊല്യൂഷനും കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് പകുതി വന്നപ്പോൾ പകുതിയില്ല. ഇനി ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ദ കോഷ്യന്റ് ഓഫ് n ഇൻ ദി എക്സ്പാൻഷൻ, ഇതിനകത്ത് എവിടെയാ n? എക്സിന്റെ കോഷ്യന്റ് നമുക്ക് കിട്ടും. നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ഇട്ട് കഴിഞ്ഞാൽ log 1 + x എക്സ്പാൻഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ x⁵5 ആണെങ്കിൽ കണ്ടുപിടിക്കാം, x³ ആണെങ്കിൽ കണ്ടുപിടിക്കാം, അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ n എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യനകത്തും കൊടുത്തിട്ടുണ്ട്, പക്ഷേ എക്സ്പ്രഷനകത്ത് ഇല്ല. അപ്പൊ നമുക്കിത് എങ്ങനെ കിട്ടും? പിന്നെ വാല്യൂസ് ഉണ്ട്, വാല്യൂസ് നമുക്ക് കിട്ടും, നമുക്ക് സീരീസ് എക്സ്പാൻഷൻ ഇട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് എക്സാമിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. അതായത് നിങ്ങളുടേതല്ല തെറ്റെങ്കിലും നിങ്ങളത് എന്താ പറയണ്ടേ, എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനകത്ത് പിന്നെ ഓക്കെ, നമുക്ക് എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ വിടാം. കാരണം നമുക്കറിയാം അത് തെറ്റാണ്, എന്നെന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പക്ഷെ ചെയ്തു വരുമ്പോൾ പകുതി വെച്ചിട്ട് ലാസ്റ്റ് നേരത്തെ ക്വസ്റ്റ്യനെ പോലെ നമ്മൾ 2 റൂട്ടും കണ്ടുപിടിച്ച് വെച്ചിട്ട് ആ ലാസ്റ്റ് ആണ് വരുന്നതെങ്കിലോ, നോക്കി ഈ ക്വസ്റ്റ്യനകത്തെ പോലെ ഇത് കണ്ടുപിടിച്ച് വെച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടാണ് പണിയെങ്കിലോ ആ ബീറ്റയുടെ അതും കിടക്കുന്നത്, പോയില്ലേ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇനി ഇതിനേക്കാളും ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ വരും, ആൻസർ കീ വരും. അപ്പം ചില ക്വസ്റ്റ്യൻസ് കറക്റ്റ് ഉത്തരമായിരിക്കും. അപ്പം തെറ്റുത്തരം എഴുതിയവരെല്ലാം കൂടി നെറ്റിൽ നിന്ന് എവിടെയെങ്കിലും എടുത്ത് ഒബ്ജക്റ്റ് ചെയ്യും. അപ്പൊ അത് ശരി ഉത്തരം കറക്റ്റ് എഴുതിയവന് ആദ്യം വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഈ റെസ്പോൺസ് ഷീറ്റ് കൊടുത്ത് നിങ്ങൾ ഒബ്ജക്റ്റ് ചെയ്യില്ല ആൻസർ. അപ്പൊ കീ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ശരി ഉത്തരം എഴുതിയവന് നെഗറ്റീവ് മാർക്ക് കിട്ടും. ഫുൾ ഉത്തരം കറക്റ്റ് ഉത്തരം എഴുതിയതിനും പോയി, തെറ്റുത്തരം എഴുതിയതിനും മാർക്കും കിട്ടും. അപ്പൊ അങ്ങനെ 1-2 കേസ്, അത് പക്ഷെ വളരെ കുറവ്. പക്ഷെ ഇങ്ങനെയുള്ള തെറ്റിന്റെ കാര്യം നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കുക പരീക്ഷയ്ക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ ഒരുപാട് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ ഒരുപാട് ചിലപ്പം കഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെയും ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യും. ചിലപ്പോൾ ആ സമയം കൊണ്ട് 2-3 ക്വസ്റ്റ്യൻ വരെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് സമയമുണ്ട് ലാസ്റ്റ് എങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യാം. മാക്സിമം എനിക്ക് പറയാനുള്ള നിങ്ങൾ PYQs പ്രിഫർ ചെയ്യുക. PYQ ഒരുപാട് കാര്യങ്ങൾ, ഈ പാറ്റേൺ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ്. കുറേ റിപ്പീറ്റഡ് പാറ്റേൺസ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാവരും PYQs മാക്സിമം ചെയ്യുക.